2017 നടന്ന ഒരു സംഭവം അന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് നിർദ്ദേശം തരികയുണ്ടായിരുന്നു. എഴുന്നള്ളത്തിനോടുകൂടി ഈ പ്ലോട്ടുകളോ അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളോ അങ്ങനെയുള്ള അതുപോലെ തന്നെ 6 അടി കൂടുതലുള്ള വേര് കുത്താൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം പോലീസ് വഴി അന്ന് പോലീസ് സ്റ്റേഷൻ എഴുതി വെച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ വർഷം ചില തൽപര കക്ഷികൾ ചില ഈ ഇതിന് ബാധിക്കത്തക്കവണ്ണം ചില പ്ലോട്ടുകളൊക്കെ നിർമ്മിക്കണമെന്ന് എഴുന്നള്ളിക്കണമെന്ന് ക്ഷേത്രത്തിൽ സമീപിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ ഉച്ച മുതൽ 12 മണി മുതൽ അനൗൺസ് ചെയ്യുന്നുണ്ട് ഈ പ്ലോട്ടുകളും എല്ലാം അതിനകത്ത് സഹകരിക്കണമെന്നുണ്ടെങ്കിൽ അത് ക്ഷേത്ര സമിതിയുടെ അനുവാദം വാങ്ങിക്കണമെന്ന് പറയും. എന്നാൽ അതൊന്നും കൂട്ടിലാക്കാതെ ചില സമൂഹ ദ്രോഹികൾ ഈ ഇതിനോടനുബന്ധിച്ച് പ്ലോട്ടുകൾ ഇറക്കാനായിട്ട് നിശ്ചയിച്ചു. അതായത് ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അതിന് പരാതി കൊടുത്തു. അങ്ങനെ പോലീസിൻ്റെ ഇടപെടൽ മൂലം അങ്ങനെ പ്ലോട്ടുകൾ ഒഴിവാക്കുക. അതിന് ശേഷം ഇവിടെ വന്ന് ഘോഷയാത്രയൊക്കെ വന്നു. അതിനുശേഷം അന്നത്തെ പരിപാടി ഞങ്ങളുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ സമാപന ദിവസമായിട്ടുള്ള അന്ന് ഒരു വിശേഷ പരിപാടിയായിട്ട് വെച്ചിരുന്ന ഒരു നാടകമാണ്. ആ നാടകം തുടങ്ങുന്നതിന് അല്പസമയം മുമ്പ് തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അധികാരികൾ വന്ന് ഇത് പാടില്ല, എനിക്ക് പാടില്ല എന്ന് പറയും, നാടകം പാടില്ല എന്ന് പറഞ്ഞു നാടകം നിർത്തിവെപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ പുറകിൽ നടന്നത് ഒരു സമൂഹ ദ്രോഹികളായിട്ടുള്ള ആളുകൾ ക്ഷേത്രം എങ്ങനെയെങ്കിലും നശിച്ചു പോകണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചില തൽപര കക്ഷികളാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പത്തനാപുരം താലൂക്കിലെ NSS ആരോഗ്യത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ഗണേഷ് കുമാറിനൊക്കെ ഞങ്ങൾ പരാതികൾ നൽകിയിട്ടുണ്ട്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടായിട്ടൊരു സംഭവമാണ്. അത് നാട്ടുകാരെയൊക്കെ വളരെ ക്ഷുഭിതരായ നാട്ടുകാരെ സമാധാനിപ്പിക്കുന്നതിന് വളരെയധികം ശ്രമിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഇത് പര്യവസാനിച്ചത്. എന്നാൽ ഈ നാടകം വീണ്ടും ഞങ്ങൾ ഫെബ്രുവരി 20-ാം തീയതി നടത്താനായിട്ടാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്ത് ചെലവ് വന്നാലും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നഷ്ടമുണ്ടായിരുന്നു. എന്ത് നഷ്ടം സംഭവിച്ചാലും ശരിയാ, നാടകം വീണ്ടും ഇവിടെ അവതരിപ്പിക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അത് അവതരിപ്പിക്കുന്നതുമാണ്. പുനലൂർ ചെമ്മന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ സമാപന ദിവസം രാത്രി 10-ന് ശേഷം മൈക്ക് സെറ്റ് പ്രവർത്തിപ്പിക്കുന്നു എന്ന പരാതിയെ തുടർന്നായിരുന്നു പോലീസ് എത്തി സ്റ്റേജ് പരിപാടികൾ നടത്താൻ അനുവദിക്കാതിരുന്നത്. ക്ഷേത്ര ഉത്സവം മുടക്കാൻ ബോധപൂർവം ചിലർ ശ്രമിച്ചതാണ് പോലീസ് എത്തി സ്റ്റേജ് പരിപാടികൾ നിർത്തിവെപ്പിക്കാൻ ഇടയാക്കിയതെന്നായിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. പോലീസിന് രേഖാമൂലം ലഭിച്ച പരാതിയെ തുടർന്നാണ് പരിപാടി നിർത്തിവെപ്പിക്കാൻ എത്തിയതെന്നായിരുന്നു പുനലൂർ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ക്ഷേത്ര ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിന് ലഭിച്ച പരാതിയെക്കുറിച്ച് വ്യക്തത ലഭിക്കാൻ വിവരാവകാശ പ്രകാരം സമീപിക്കാനാണ് ക്ഷേത്ര ഭാരവാഹികളുടെ തീരുമാനം. ക്ഷേത്ര വിശ്വാസത്തെ തകർക്കാനും ഭക്തജനങ്ങളെ നിരാശരാക്കാനും നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന മുഖ്യമന്ത്രി, കൊല്ലം റൂറൽ SP, പുനലൂർ DYSP, പുനലൂർ സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവർക്കും NSS യൂണിയന്റെ അധീനതയിലുള്ള ക്ഷേത്രമായതിനാൽ NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റായ മന്ത്രി KB ഗണേഷ് കുമാറിനും ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട്. ഇത് വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ്. വിശ്വാസികൾക്ക് യഥേഷ്ടം കടന്നു വരാനുള്ള ഒരു വേദിയായിട്ടാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. അവിടെ രാഷ്ട്രീയം കലർത്തുവാനോ മറ്റു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുവാനോ ഒന്നും യാതൊരു തരത്തിലും ഉള്ള അനുവാദം നമ്മൾ ഭാഗത്തു നിന്നുണ്ടാകുന്നതല്ല. ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ഭക്തരുടെ ഒരു സംഗമ സ്ഥാനമാണ് ഈ ക്ഷേത്രം. ആ ഭക്ത ജനങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള മാനസിക സംതൃപ്തിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഞങ്ങൾ നടത്താറുള്ളത്. അതിന് ഘടകവിരുദ്ധമായി ചില തൽപര കക്ഷികൾ ചില കുൽസിത പ്രവൃത്തികൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ നാടകം അല്ലെങ്കിൽ ഉത്സവം അതിൻ്റെ പൂർണ്ണതോതിൽ എത്തിക്കാൻ കഴിയാതെ വന്നത്. ആ ഒരു വൈഷമ്യം, നാട്ടുകാരുടെ ഒരു ക്ഷോഭ പ്രകടനമൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അവരെ സാന്ത്വനിപ്പിക്കുവാൻ ഞങ്ങളെ കൊണ്ടാവുന്ന വിധം നടത്തിയതുകൊണ്ട് അതിന് വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ അത് പരിഹരിക്കുവാൻ സാധിച്ചു. ഞങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വിവരാവകാശ നിയമപ്രകാരം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം അതിൻ്റെ മേൽ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും.
തൈപ്പൂയ ഉത്സവത്തിന്റെ സമാപന ദിവസം ക്ഷേത്രത്തിൽ മുടങ്ങിയ സ്റ്റേജിനമായ നാടകത്തിന്റെ അവതരണം 20-ാം തീയതി വീണ്ടും നടത്താനും ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചിട്ടുണ്ട്. ചെമ്മന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ നാട്ടിലുള്ള മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ല. നമ്മളൊരു ഘോഷയാത്ര ഒരു കാലത്തും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഘോഷയാത്ര എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ അമ്പലത്തിലില്ല. ഒരമ്പലത്തിലും ഇല്ലാത്ത ഒരു പ്രത്യേകത നമ്മുടെ അമ്പലത്തിലുണ്ട്. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശീവേലി ബിംബം ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിയാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അതിനെ കാവടി എഴുന്നള്ളത്തെന്ന് തന്നെയാണ് പറയാറുള്ളത്. അതിൻ്റെ കൂടെ ഫ്ലോട്ടുകളോ മറ്റു കാര്യങ്ങളോ ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല. അതിന് 2017-2020 പോലീസിന്റെ അനുമതി പ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ പാലിക്കുകയും കഴിഞ്ഞ വർഷവും മുൻകാലങ്ങളിലും കോടതി അലക്ഷ്യമില്ലാത്ത രീതിയിൽ 10 മണിക്ക് തന്നെ പരിപാടികൾ അവസാനിപ്പിക്കുകയും ചെയ്തൊരു ക്ഷേത്രം ഈ പുനലൂരിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ചില സാമൂഹിക വിരുദ്ധരും തൽപര കക്ഷികളും എല്ലാം കൂടി ചേർന്ന് ചെമ്മന്തൂർ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ അവസാന ദിവസം അലങ്കോലങ്ങൾ ക്ഷേത്രത്തിൽ ഉണ്ടാക്കുകയും തുടർന്ന് ഭക്തജനങ്ങൾക്ക് മാനസികമാംവണ്ണം അവരെ ദ്രോഹിക്കുക അല്ലെങ്കിൽ അവർക്ക് സ്റ്റേജ് പ്രോഗ്രാം കാണാതിരുന്ന സകല ഭക്തർക്കും മാനസിക വിഷമം ഉണ്ടാക്കുകയും ഇതൊക്കെ ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് പറയാനുള്ളത് ഭക്തരില്ലെങ്കിൽ ഭഗവാനും ഇല്ല, ഭഗവാനില്ലെങ്കിൽ ഭക്തരുമില്ല. ഇത് രണ്ടും ഒരേപോലെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയണം, നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഭക്തജനങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില സാമൂഹിക വിരുദ്ധർ, അതായത് ഈ ക്ഷേത്രം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ ചരിത്രം അത് ഇന്ന് പുനലൂരിൽ ഏറ്റവും വലിയൊരു മഹാക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ചിലർക്ക് ഇഷ്ടമല്ലായികയുണ്ട്. ആ ഇഷ്ടമല്ലായികയാണ് ഈ ഉത്സവത്തിലൂടെ അവർ പ്രതിഫലിപ്പിച്ചതും. അപ്പൊ അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ഭഗവാന്റെ നാമധേയത്തിൽ ഞങ്ങൾ അതിന് മാപ്പ് പറയുന്ന എല്ലാവരോടും ഇനി തുടർന്നുള്ള കാലങ്ങളിൽ നല്ല വൃത്തിയിൽ നടക്കുന്നതിന് എല്ലാവരുടെ ഒരു ആവശ്യകത, ജാതിപത ഭേദമന്യേ എല്ലാവരും വന്നിവിടെ സഹകരിക്കണമെന്നും ഈ സാമൂഹ്യ തൽപരർക്കെതിരെ വിരുദ്ധർക്കെതിരെ ഞങ്ങൾ പോലീസിന്റെ നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് കണ്ടെത്തുകയും അത് സദയം ഭക്തജനങ്ങളെ അറിയിക്കുകയും ചെയ്യും. കൂടാതെ ഇവിടെ നടത്താനിരുന്ന ഈ സ്റ്റേജ് പ്രോഗ്രാം ഞങ്ങൾ ഈ വരുന്ന 20-ാം തീയതി ഇന്നലെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ച് അതിവിടെ നടത്തുന്നുണ്ട്. എല്ലാ ഭക്തജനങ്ങളും അതിൽ വന്ന് പങ്കെടുത്ത്, ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഉത്സവമാണ്, അത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഇഷ്ടവും ആരാധനയുള്ള എല്ലാ ഭക്തജനങ്ങളും അന്ന് ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ മറുപടി കൊടുക്കാൻ എല്ലാവരും അന്ന് ഒരു ഉത്സവത്തിന്റെ ആഘോഷം പോലെ ഇതാക്കി തീർക്കണമെന്ന് ഭഗവാന്റെ നാമധേയത്തിൽ എന്റെ അപേക്ഷയാണ്. എല്ലാ ഭക്തജനങ്ങളും അന്നിവിടെ ഉണ്ടാവണം.